രാമൻ ആരുടെയാണ് എന്നതിന് അസന്നിഗ്ധമായ മറുപടി ഭാരതീയരാകെ ഇന്നലെ കൊടുത്തു കഴിഞ്ഞു. അത്രമാത്രം ആഹ്ലാദവും അഭിമാനവും തിരതല്ലുന്ന അന്തരീക്ഷമായിരുന്നു രാജ്യത്താകെ. രാജ്യത്തിന് പുറത്തും താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല രാജ്യങ്ങളിലും രാമനെ പുകഴ്ത്തിക്കൊണ്ട് പല പരിപാടികളും നടത്തും. അല്പം മുമ്പ് ദുബായിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, അതിൻ്റെ ആധികാരികത എനിക്കറിയില്ല, ദുബായിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫയിൽ രാമൻ്റെ പ്രതിരൂപം ആലക്തിക ദീപം വഴി തെളിയിച്ചിരിക്കുന്നു എന്ന്. ഒരു അറബി രാജ്യത്താണ്. അത് ശരിയാണെങ്കിൽ നമുക്ക് അങ്ങേയറ്റം അഭിമാനകരമായ ഒരു നേട്ടമാണ്. പക്ഷെ പലപ്പോഴും ഈ വാർത്തകൾ സ്ഥിരീകരിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര സംശയിച്ചുകൊണ്ട് അഭിപ്രായം പറയണം. അപ്പോൾ രാമൻ ആരാണെന്നും ആരുടെയാണെന്നും സബ്കെ രാം എന്ന വടക്കേ ഇന്ത്യയിൽ കേൾക്കുന്ന മുദ്രാവാക്യം ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. സംശയമുള്ളത് ആർക്കാണ്? ചില രാഷ്ട്രീയ ചില്ലറ ലാഭത്തിന് വേണ്ടി മൂല്യങ്ങളും ആശയങ്ങളും ബലി കഴിക്കാനും സ്വന്തം അസ്തിത്വം പോലും നഷ്ടപ്പെടുത്താനും തയ്യാറായി വന്ന ഒരു ചെറിയ ന്യൂനപക്ഷം. എൻ്റെ സുഹൃത്ത് വി ഡി സതീശൻ വളരെ മാന്യനാണ്, കഴിവുള്ള നേതാവാണ്, നല്ല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ട് വാസ്തവത്തിൽ എനിക്ക് സങ്കടം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഗാന്ധിജി വെടിവെച്ച് വീണവിടത്ത് രാമനുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് മര്യാദയുടെ സീമ ലംഘിക്കുക അതൊരു മറു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിഖുകാരെ കൊലപ്പെടുത്തിയടുത്ത് രാമനുണ്ടോ? കോൺഗ്രസ്സുകാർ നിഷ്കരുണം നിരപരാധികളായ സിഖുകാരുടെ കൂട്ടക്കൊല ഡൽഹിയിൽ നടത്തിയിട്ട് മൻമോഹൻ സിംഗ് പരസ്യമായി, അദ്ദേഹം മാന്യനായതുകൊണ്ട് പരസ്യമായി മാപ്പ് പറഞ്ഞു. അവിടെ രാമനുണ്ടോ? രാമൻ എല്ലാ സ്ഥലത്തുമുണ്ട് സാർ. രാമൻ സർവ്വവ്യാപിയാണ്. രാമൻ ഭാരതത്തിൻ്റെ ആത്മാവാണ്. അതാണ് ഇന്നലെ ഇവിടുത്തെ ജനം തെളിയിച്ചത്. പിന്നെ രാഷ്ട്രീയ കാരണങ്ങളെ കൊണ്ട് ഇത് മതേതരത്വത്തിന് വിരുദ്ധമാണ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഒന്ന് രണ്ട് എളിയ സംശയങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഭരണകാലത്തല്ലേ മിസ്റ്റർ കേരള എഡ്യൂക്കേഷൻ റൂളിൽ ഒരു റൂള് ഞാൻ വായിക്കാം, ഇവിടെ 2 അഭിഭാഷകരുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവും. ചാപ്റ്റർ 7 റൂൾ 3 റൂൾ 4(3) ഇംഗ്ലീഷിലാണ്. Schools in which the majority of the staff or pupils are Muslims may have Fridays as holidays instead of Saturdays, which may be working days. In schools in which Fridays are not made holidays, the noon interval on Friday shall be 2 hours. Enable Muslim staff or pupils to attend to prayers. നമ്മുടെ സംസ്ഥാനത്ത് നിയമപ്രകാരം കേരള ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു ചട്ടമാണ് ഞാൻ വായിച്ചത്. ഇത് ഭരണഘടനയുടെ മതേതരത്തിന് അനുസൃതമാണോ സുഹൃത്തുക്കളെ? നിങ്ങൾ കെട്ടിപ്പൊന്നിക്കും, നിങ്ങൾ കെട്ടിപ്പോകത്തുന്ന കൊട്ടിപ്പാടുന്ന മതേതരത്തിന് അനുസൃതമാണോ? ഒരു മതവിഭാഗത്തിന് മാത്രം പ്രാർത്ഥനയ്ക്കായി സ്കൂളുകൾ നിർത്തിവെച്ച് പ്രവർത്തനം നിർത്തിവെക്കാമെന്നൊരു ചട്ടം നിങ്ങൾ കൂടി ഉണ്ടാക്കിയത് ഭരണഘടനാ വിധേയമാണോ? ഞാൻ എൻ്റെ എളിയ സംശയം ചോദിക്കണം. നിങ്ങളൊരു പക്ഷേ നിർബന്ധ സാഹചര്യത്തിലായിരിക്കാം അതുണ്ടായത്. കാരണം പാണക്കാട്ട് തങ്ങളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയമായ നിലനിൽപ്പില്ല. ഇത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി നിങ്ങൾ ഭരണകാലത്തുണ്ടാക്കിയതാണ്. പോട്ടെ, അതും പോട്ടെ. ഇഫ്താർ പാർട്ടി സർക്കാർ ചിലവിൽ റംസാൻ കാലത്ത് നടത്തുന്നുണ്ടല്ലോ, അതും അതേതരമാണോ? തിരുവാതിരയ്ക്ക് നമ്മുടെ ഗവർണർ ഒരു പാർട്ടി നടത്തിയാൽ നിങ്ങളുടെ പ്രതികരണം എന്താവും? ആകാശം മുട്ടുമൂറെ മതേതരം നഷ്ടപ്പെട്ടു എന്ന് പറയും. പോട്ടെ, ഹജ്ജ് ഫിലിഗ്രിമേജിന് മന്ത്രിമാർ പോയി അവരെ ഇതിനൊന്നും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് യാതൊരു വിരോധമില്ല. നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട, അവർ സഹിഷ്ണുത ഉള്ളവരാണ്. അവരാരും
ഇതിനെയൊന്നും എതിർക്കുന്നില്ല, അല്ലെങ്കിൽ ഈ റൂളിൻ്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് നിഷ്പ്രയാസം ഹൈക്കോടതി പോകാമായിരുന്നു. അതിനാരും ഉദ്ദേശിക്കില്ല. കാരണം കാലാകാലങ്ങളായി ഇവിടുത്തെ ഹിന്ദുക്കൾ സഹിഷ്ണുത പുലർത്തി വന്നിട്ടുള്ളവരാണ്. ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് കൊച്ചി രാജാവ് ബ്രോഡ്വേയിൽ പള്ളി പണി കൊടുത്തു. ഗുജറാത്തിൽ നിന്ന് വരുന്ന കച്ചവടക്കാർക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യക്കുറവ്. സർ, ഇതാണ് നമ്മുടെ പാരമ്പര്യം. ഈ പാരമ്പര്യം തച്ച് തകർക്കാൻ ചില്ലറ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കപട മതേതരത്വം പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടരും മാത്രമാണ് രാമനാരാണ് എന്ന് സംശയം ചോദിക്കുന്നത്. അവരാണ് പറയുന്നത് ഗാന്ധിജി മരിച്ചോടത്ത് രാമനില്ല, സിഖുകാർ കൊല ചെയ്തോടത്ത് രാമനുണ്ട്. എന്തൊരു വൈരുദ്ധ്യമാണ്! പാവപ്പെട്ട സിഖുകാരെ കൊലപ്പെടുത്തുന്നത് മതേതരത്വം, മറ്റൊന്നും മതേതരത്വമല്ല. അതുപോലെ തന്നെ ഈ കപടം മതേതരത്വത്തിൽ ഇന്ന് എടുക്കാൻ ആളില്ലതായിപ്പോയി. നമ്മുടെ നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർക്ക് ഇതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കി കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഇന്നലത്തെ ചടങ്ങിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ പങ്കെടുത്തത്. അൻസാരി എന്ന് പറഞ്ഞ വ്യവഹാരി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ അയോധ്യയിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുക. പിന്നെ ആർക്കാണ് പ്രശ്നം? ഈ കപടം മതേതരവാദം കൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിച്ച ഒരു കൂട്ടം നികൃഷ്ട രാഷ്ട്രീയക്കാരുണ്ട്. അവരുടെ കാപട്യം തുറന്ന് കാണിക്കണം. കാരണം എൻ്റെ വിനീത അഭിപ്രായത്തിൽ അവർ ഭീകരവാദികളെക്കാൾ അപകടക്കാരാണ്. ഇപ്പോൾ SDPIക്കാരോ പോപ്പുലർ ഫ്രണ്ടുകാരോ നയപരിപാടികൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവരെ എതിർക്കാം, അവരിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ഈ കപടമതേതരവാദികൾ ആട്ടുന്നവരുടെ ചെന്നായ്ക്കളാണ്. കഴുത്തിന് പിടിക്കുമ്പോഴേ ആടല്ല ചെന്നായാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കപടമതേതരവാദമാണ് ഈ രാജ്യത്തെ ഇത്രയും കാലം നശിപ്പിച്ചത്. അവരുടെ ഇരട്ടത്താപ്പിൻ്റെ 1000 ഉദാഹരണങ്ങൾ എനിക്ക് പറയാം. ഉദാഹരണത്തിന് നമ്മുടെ ഇറക്കുമതി ചെയ്ത നേതാവുണ്ടല്ലോ സോണിയാഗാന്ധി, അവർ മദർ തെരേസ കാനണൈസേഷന് കോൺഗ്രസിൻ്റെ 2 പ്രതിനിധികൾ അയച്ചു, ശ്രീമതി മാർഗരറ്റ് ആൽവയും ഫെലോലിയും. അന്ന് അവർ പറഞ്ഞു ഭാരതീയരാകെ അഭിമാനം കൊള്ളും. തീർച്ചയായിട്ടും മദർ തെരേസ ആദരിക്കേണ്ട വ്യക്തിയാണ്. അവരിൽ ഭാരതീയർക്ക് അഭിമാനമുണ്ട്. അവർ ചെയ്ത സാമൂഹ്യ സേവനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നന്ദിയോടുകൂടി മാത്രമേ ഭാരതീയർ സ്മരിക്കുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ കാനണൈസേഷനിൽ എന്ത് പങ്കാണോ ഉള്ളത്? സർ, ഞാൻ എൻ്റെ സംശയം ചോദിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മദർ തെരേസയുടെ കാനണൈസേഷനിൽ 2 പ്രതിനിധികളെ അയക്കാമെങ്കിൽ ലോകം മുഴുവൻ ആദരിക്കുന്ന രാമൻ്റെ ചടങ്ങ് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് ആ പാർട്ടി വിട്ടുനിന്നത് ശരിയാണോ?